നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒറ്റപ്പെടൽ. ഒരുപാട് ആളുകളുടെ ഇടയിലുണ്ടായാലും ചിലപ്പോഴെങ്കിലും മനസ്സിൽ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ഫീലിംഗ് തോന്നുന്നത് വേദനാജനകം തന്നെയാണ്. ഒറ്റപ്പെടലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അതിൻ്റെ അപകടം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യ സാമൂഹ്യ ജീവികളാണ്, അഥവാ സോഷ്യൽ ബീയിങ്. അഭിപ്രായം, സ്നേഹം, കാത്തിരിപ്പ്, ഒത്തുചേരൽ ഇവയെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ ശക്തമാക്കുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ മാനസികാരോഗ്യം നിലനിർത്താൻ മനുഷ്യബന്ധങ്ങൾ അത്യാവശ്യവുമാണ്. പക്ഷെ മിക്കപ്പോഴും സംഭവിക്കുക, ഈ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ട എഫേർട്സ് നമ്മുടെ ഭാഗത്തുനിന്ന് ചില സമയത്തെങ്കിലും പാളിപ്പോവാറുണ്ട്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറെ കൂടെ എഫേർട്സ് ഇടുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ കിട്ടി, ലോൺലിനെസ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് കൂടാൻ തന്നെ തീരുമാനിച്ചു. നേരെ വിട്ടു ലിവർപൂളിലുള്ള ആര്യയുടെ അമൃതലിന്റെ വീട്ടിലേക്ക്. ഷെഫീൽഡിൽ നിന്ന് ഞങ്ങൾ 4 പേരും ലിവർപൂളിൽ നിന്ന് 2 പേരും, മൊത്തം 6 പേര് 2 ദിവസം തകർത്ത് മറിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന മനസ്സിലെ ഭാരവും ഒറ്റപ്പെടലും ഒക്കെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ തീരുന്നതേ ഉള്ളൂ എന്ന് തോന്നിപ്പോയി. യാത്രയ്ക്ക് തടസ്സങ്ങളായി പല പല കാരണങ്ങളുണ്ടായിരുന്നു. ഫ്രണ്ട്സിന്റെ ഷിഫ്റ്റ് അഡ്ജസ്റ്റ് ആവാതിരിക്കുക, പോകേണ്ട കറക്റ്റ് സമയത്ത് തന്നെ നല്ല പനി പിടിക്കുക, ഇതും പോരാഞ്ഞിട്ട് പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ ട്രെയിൻ എല്ലാം ക്യാൻസലായി എന്ന് പറഞ്ഞ് മെസ്സേജ് വരിക തുടങ്ങിയ കലാപരിപാടികളായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. എതിർക്കാൻ വന്ന പനിയോട് പാരസെറ്റാമോളിന്റെ രൂപത്തിൽ തിരിച്ചു പറഞ്ഞു. പണിമുടക്കാൻ വന്ന ട്രെയിൻകാരോട് നിങ്ങളില്ലെങ്കിൽ ബസ്സിന് പോകുമെന്ന് ഉറപ്പിച്ചും ഞങ്ങൾ എന്തായാലും യാത്ര തിരിച്ചു. നമ്മളൊരു കാര്യം അതീവമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയില്ലേ. എന്തായാലും ബസ് എടുക്കേണ്ടി വന്നില്ല. ട്രെയിൻ യാത്ര തുടങ്ങി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്യാൻസലായ ട്രെയിൻ 2ാമത് റീസ്കെഡ്യൂൾ ചെയ്തു എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അത് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. ഷെഫീൽഡിൽ നിന്ന് ലിവർപൂളിലേക്ക് പോയ ഒരു യാത്ര അതൊരു യാത്ര മാത്രമായിരുന്നില്ല. ഒറ്റപ്പെടലിൽ നിന്ന് ഒഴിഞ്ഞു മാറി കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിക്കാൻ കിട്ടിയ ഒരു അവസരം നന്നാക്കിയതിൻ്റെ ഒരു സന്തോഷയാത്രയായിരുന്നു. ഡിസംബറിന്റെ കടുത്ത തണുപ്പൊക്കെ സൗഹൃദത്തിന്റെ ഹാസ്യവും ഓർമ്മ പുതുക്കലുകളും വിശേഷം പറച്ചിലുമൊക്കെയായി ആ ദിവസത്തെ പിന്നീട് എപ്പോൾ നോക്കിയാലും ഒരു പുഞ്ചിരിയോടെ ഓർക്കാൻ കെൽപ്പുള്ളതാക്കി കീഴടങ്ങി കഴിഞ്ഞിരുന്നു. ലിവർപൂളിൽ എത്തിയപ്പോൾ ആ നഗരത്തിന്റെ ക്രിസ്മസ് സ്പിരിറ്റ് അതുവരെ ഉണ്ടായിരുന്ന യാത്രാക്ഷീണത്തെയൊക്കെ പമ്പ കടത്തി. വഴികളൊക്കെയും സ്റ്റാർസും ലൈറ്റിങ്ങും ഡെക്കറേഷൻസും കൊണ്ടിട്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആ നഗരത്തിൽ ഞങ്ങളുടെ സ്വന്തം ആര്യയും അമൃതും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. അന്നത്തെ രാത്രി മുഴുവൻ പാട്ടും ആഘോഷവും വിശേഷം പറച്ചിലുമൊക്കെയായി പുലർച്ചെ വരെ നീണ്ടുപോയി. അടുത്ത ദിവസത്തെ കുക്കിംഗ് പ്ലാനൊക്കെ ഇട്ട് അന്ന് കിടന്നുറങ്ങി. ഇന്നത്തെ ദിവസം എല്ലാവർക്കും സ്പെഷ്യലാണ്. ഇന്നാണ് ക്രിസ്മസ്. ഇന്നത്തെ ദിവസം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്തു. അന്നുണ്ടാക്കിയ ബിരിയാണിയുടെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. ഇത് വെറുമൊരു ചിക്കൻ ബിരിയാണിയല്ല, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ഒരു ചിക്കൻ ബിരിയാണിയാണ്. കൂട്ടത്തിലെ ബിരിയാണി എക്സ്പേർട്ടായ ഫാഹിസയുടെ മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വെക്കാമെന്നുറപ്പിച്ച് പണികൾ തുടങ്ങി. ആര്യയുടെ സ്വന്തം അടുക്കള ഞങ്ങൾ കയ്യേറി. ഫാഹിസ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായ സവാള വറുത്തെടുത്ത് മാറ്റിവെക്കാം. പിന്നെ അടികട്ടിയുള്ള പാത്രത്തിൽ സവാള വഴറ്റിയെടുക്കാം. വഴറ്റിയ സവാളയിലേക്ക് ചിക്കൻ ഇടുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടില്ല. അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. ചിക്കൻ ഒരു വൈറ്റ് കളർ ആകുമ്പോഴേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ചിക്കൻ പകുതിയൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചെടുത്ത് ചേർക്കാം. പച്ചമുളക് കുറച്ചധികം ചേർക്കാം. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ടിട്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ്. കുറച്ചു നേരം വഴറ്റിയതിന് ശേഷം ഗരം മസാലയും ചേർക്കാം. കുറച്ച് തൈരും കൂടി ചേർത്ത് ഇളക്കി വെക്കാം. തൈരില്ലാത്തവർക്ക് യോഗട്ട് ചേർത്താലും മതി. 1 മുറി നാരങ്ങ നീരും കൂടെ ചേർത്തിളക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും പിസ്തയും ഒരു പിടി തക്കാളിയും ചേർത്ത് യോജിപ്പിക്കാം. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സ്ലോ കുക്ക് ചെയ്ത് ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി ബിരിയാണിയുടെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം. ഇത് സ്ലോ കുക്ക് ആകുന്ന ടൈമിൽ അരി റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ ചേർത്തിരിക്കുന്ന ബസ്മതി റൈസാണ്. കൈമ റൈസ് ആയിരിക്കും കൂടുതൽ ഉചിതം. അരി കഴുകിയതിന് ശേഷം 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം. വീഡിയോയിൽ കാണുന്ന സ്പൈസസ് എല്ലാം റിമൈനിങ് ഓയിലിൽ സോട്ട് ചെയ്തെടുത്ത് അരിയിട്ട് ഇളക്കിയെടുക്കാം. അരിക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെള്ളം സെപ്പറേറ്റ് തിളപ്പിച്ചെടുത്തിട്ട് വേണം അരിയിലേക്ക് ഒഴിക്കാനായിട്ട്. നല്ല തിള വരുന്നവരെ അരി ഹൈ ഫ്ലെയിമിലും അതിനുശേഷം 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ബിരിയാണി ദം ചെയ്തെടുക്കാം. ദം പൊട്ടിച്ചപ്പോൾ അടുക്കള മൊത്തം ബിരിയാണി സുഗന്ധം വീടൊട്ടാകെ പരന്നു. കഥയൊക്കെ പറഞ്ഞ് പെഗൊക്കെ അടിച്ച് കൂട്ടുകാരോടൊപ്പം ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിലും വലിയ സന്തോഷമൊന്നുമില്ല. ജീവിതത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് ആയിട്ട് അത് മാറിക്കഴിഞ്ഞു.